ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഋതുമോളെ കല്യാണം കഴിക്കുന്ന രാജു ഒരു ഭാഗ്യവാനാ. അതുകൊണ്ട് ഇനി എതിരൊന്നും പറയരുത്. നിങ്ങളുടെ കല്യാണം നടക്കണം. രാജു എന്തു പറയുന്നു? വാടകക്കാര് ഒഴിയുന്നതുവരെ നിനക്ക് ഈ വീട്ടിൽ കയറാൻ പറ്റില്ല. കയറണമെങ്കിൽ എന്റെ അനുവാദം വേണം. നിന്നേക്കാൾ പ്രായമുള്ള മകൾ എനിക്കിവിടെയുണ്ട്. അതുകൊണ്ട് വളരെ മാന്യമായി ഞാൻ പറയുന്നു, ഇറങ്ങിപ്പോടുന്നു. എന്റെ കല്യാണം നടക്കും. ഈ കഴുത്തിലെ താലി കെട്ടുന്നതേ രാജു തന്നെയായിരിക്കും. അതിലേ ആർക്കും ഒരു സംശയവും വേണ്ട. ഇറങ്ങിപ്പോടിയാണ്. മാഡം, ഞാൻ വിളിപ്പിച്ചത് ബുദ്ധിമുട്ടായോ? അയ്യോ മാഡം, അങ്ങനെയൊന്നുമില്ല. രാജുവും കുടുംബവും ഞങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് രാജുവിനറിയോ? അത് രാജുവിനറിയില്ല. രാജുവിന്റെ അച്ഛൻ വേണുവിനോട് ചോദിച്ചാൽ അറിയാം. രാജുവിന്റെ അച്ഛനും ഋതുമോളുടെ അച്ഛൻ പ്രതാപനും കൂടിയാ നിങ്ങളുടെ കല്യാണം നിശ്ചയിച്ചത്. അതും എന്റെ അറിവോടെ. എന്റെ അറിവോടെ എന്ന് പറഞ്ഞാ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് വേണുവിനോട് നിങ്ങളുടെ കല്യാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. രാജു ഇത്രയും നാളും ഋതുമോളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നടന്നതല്ലേ? അല്ലേ? അതെ മാഡം. രാജുവിന് ഋതുയോട് സ്നേഹമല്ലേ? സ്നേഹമുണ്ട് മാഡം. പിന്നെന്താ ഈ കുട്ടിയോട് കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞത്? നിങ്ങൾക്കൊരു ജീവിതം വേണ്ടേ രാജു? ഇവളുടെ സംരക്ഷകനായി നടക്കുന്നതുകൊണ്ടാ ഇവൾക്ക് രാജുവിന് ഇഷ്ടായതും രാജുവിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും. ഇവൾ അങ്ങനെ ആഗ്രഹിച്ചത് തെറ്റാണോ രാജു? ഒരിക്കലും അല്ല മാഡം. എങ്കിൽ മേലിൽ ഇത്തരം വാക്കുകൾ പറഞ്ഞ് രാജു എന്റെ മോളെ വിഷമിപ്പിക്കരുത്. മോളെ കല്യാണം കഴിക്കണം. മോളുടെ മനസ്സു മാറ്റി കുറെ നാള് കഴിഞ്ഞ് അവളെ മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഞാനേ ഇവിടെ അങ്ങ് കൊണ്ടുപോകും, ഞങ്ങളുടെ തറവാട്ടിലേക്കോ അല്ലെങ്കിൽ കൽക്കട്ടയിലേക്കോ. ഇക്കാര്യം പറഞ്ഞപ്പോ രാജു എന്താ ഞെട്ടിയത്? അപ്പോ രാജുവിന് മോളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല,
അമിതമായ സ്നേഹം ഉള്ളതുകൊണ്ടാ ഇങ്ങനെ ചിന്തിക്കുന്നെ. മോള് വലിയ തറവാട്ടിലെ പെണ്ണല്ലേ, ഞാനായിട്ട് എന്തിനാ ഈ കുട്ടിയുടെ ജീവിതം തകർക്കുന്നേ എന്നുള്ള ഒരു ചിന്ത. അങ്ങനെയൊന്നല്ല രാജു. ഋതുമോളെ കല്യാണം കഴിക്കുന്ന രാജു ഒരു ഭാഗ്യവാനാ. അതുകൊണ്ട് ഇനി എതിരൊന്നും പറയരുത്. നിങ്ങളുടെ കല്യാണം നടക്കണം. രാജു എന്തു പറയുന്നു? ഇനി രാജു പോയിക്കോ. മോള് സമാധാനായിട്ടിരുന്നോളൂ. എല്ലാം ഭംഗിയായിട്ട് നടക്കും. വാ ചേച്ചി. അമ്മേ, ബ്രെയിൻ വാഷ് ചെയ്യാനാണെന്ന് തോന്നുന്നു. ആ കിളയെ വിളിച്ചിട്ടാവും ആ ഡ്രൈവറുടെ മകൻ അവരുടെ മുന്നിൽ വന്നിരിക്കുന്നു. ഡ്രൈവറുടെ മകനോ? പിന്നെ ഞാൻ അവനെ എന്ത് വിളിക്കണം? രാജു എന്നും രാജു സാറെന്നൊന്നും വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അവനെ കാണുമ്പോ തന്നെ എന്റെ കൈ ധരിക്കുക, അവന്റെ കാരണത്തൊന്ന് കൊടുക്കാൻ. എടാ, അവനെ തെരുവ് ഗുണ്ടകൾ തല്ലിക്കൊല്ലുന്നത് കാണാനുള്ള അവസരം നിനക്ക് ഞാനായിട്ടുണ്ടാക്കി തരാം. അതുപോലെ അത് മതി. എന്നിട്ടേ സന്ധി സംഭാഷണം കഴിഞ്ഞ് അവൻ തിരികെ പോയോ? പോയെന്ന് തോന്നുന്നു. എന്തായാലും പിന്നെ അവിടെ കണ്ടില്ല. സൂര്യമംഗലത്തെ തമ്പുരാട്ടിയല്ല, ഇനി ലണ്ടൻ കൊട്ടാരത്തിലെ രാജകുമാരി വന്ന് പറഞ്ഞാലും രാജു ഋതികയെ കല്യാണം കഴിക്കില്ല. അതുറപ്പാ. അവൻ അവളെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുമെന്ന് ഞാൻ കുറെ നാള് മുൻപ് വരെ സംശയിച്ചു. പക്ഷേ അതിനുള്ള ഗഡ്സ് ഒന്നും അവനില്ല. അവനാ രമ്യയുടെ ഇഷ്ടം. ഏയ്, അതില്ല. അവനെ അങ്ങനൊരു ടൈപ്പൊന്നുമല്ല. അവൻ നിന്നെ പോലൊരു ടൈപ്പ് ആയിരുന്നെങ്കിൽ രമ്യയ്ക്കും ഋതികയ്ക്കുവേ ഈ 2 കുഞ്ഞുങ്ങൾ ഈ സമയം കൊണ്ടായേനെ. സത്യം പറഞ്ഞ അവനൊരു ഉറക്കം തൂങ്ങിയ. അവന് 2 ലക്ഷ്യങ്ങളെ ജീവിതത്തിലുള്ളൂ. കുടുംബം നോക്കണം, കൂടാതെ പ്രതാപന്റെ പുറകെ വാലാട്ടിയായിട്ട് ഇങ്ങനെ നടക്കണം. അപ്പോ ഈ കല്യാണം നടക്കില്ലെന്ന് ഉറപ്പല്ലേ? എന്താടാ സംശയം? ഋതിക നിനക്കുള്ള പെണ്ണാ. അവളെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരുന്ന ഒരു ദിവസം വരും. അകലെ